ഈ ഭവനത്തിൻ്റെ KM ജോസഫ് പാസ്റ്ററുടെ ഭവനത്തിൻ്റെ മുറ്റത്ത് ഇപ്രകാരം മുറ്റത്തെ കൺവെൻഷനായിട്ട് കൂടി വരുവാൻ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. ദേശത്തോട് സംസാരിപ്പാൻ, ദൈവത്തിൻ്റെ വചനം ഹൃദ്യമായി കേൾപ്പാൻ, കർത്താവിൻ്റെ ആത്മാവ് നമ്മെ നടത്തുവാൻ വേണ്ടി നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ആത്മീയ ബലത്തോടെ, ആത്മശക്തിയോടെ ദേശത്തെ സത്യസുവിശേഷം അറിയുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കണം. ആത്മാവിൻ്റെ ശക്തിയോടെ കൃപ വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടയാകണം. സത്യസുവിശേഷം നിർമ്മലമായി ദേശത്തോട് അറിയിപ്പാൻ തക്കവണ്ണം ഇടയാകണം. ആമേൻ. ഈ കല്ലേലി ഭാഗം ദേശവാസികളെ എല്ലാവരെയും ഈ മുറ്റത്തെ കൺവെൻഷന് മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആമേൻ. നാം ഒരുമിച്ച് ആയിരിക്കുമ്പോൾ ആമേൻ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായിട്ട് ഇപ്പോൾ മാത്യു പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ സഹോദരിമാരെല്ലാം ചേർന്ന് പാട്ടുകൾ പാടുന്നതായിരിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യരമായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ ഉച്ചകഴിഞ്ഞ സമയത്തിനായി സ്തോത്ര പല സ്ഥലങ്ങളിൽ ഇന്ന് പകലിൽ ഞങ്ങൾക്ക് ആരാധിപ്പാനിടയായി വീണ്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവമേ, ഈ ഭവനത്തിൻ്റെ മുറ്റത്ത് വെച്ച ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ ദൈവമേ അവസരങ്ങളെ നൽകിയ അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കർത്താവേ ദൈവത്തിൻ്റെ മഹത്വമേറിയ വചനങ്ങൾ ഈ ദേശത്ത് അറിയിക്കുവാൻ കർത്താവ് അവിടുത്തെ ദാസന്മാർക്ക് കൃപ ചെയ്തു. ആമേൻ. ഇന്നും കർത്താവിൻ്റെ വചനവുമായി ഈ ദേശത്തായിരിക്കുമ്പോൾ അവിടുത്തെ ശക്തമായ സാന്നിധ്യം ഈ ദേശത്ത് വെളിപ്പെടുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവിടെ വെച്ച് നടക്കുന്ന ഈ മീറ്റിംഗ് മുഖാന്തരം ഈ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ, അനേകര സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, പല വിധത്തിലുള്ള ദുരിതങ്ങളിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കൊക്കെ യേശുവിൻ്റെ വചനം നിമിത്തം സൗഖ്യവും സമാധാനവും വിടുതലും അനുഭവിപ്പാൻ പിതാവെ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അവകാശം കൊടുത്തിട്ടുണ്ടല്ലോ. ദൈവമേ, യേശുവിലൂടെയുള്ള സമാധാനം, അവിടുത്തെ സന്തോഷം കർത്താവെ, പാപത്തിൽ നിന്നുള്ള രക്ഷ നേടുവാൻ തക്കവണ്ണം ജനത്തെ ദൈവം സഹായിക്കണം. ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. അവരുടെ ഹൃദയങ്ങളിൽ കർത്താവെ ഒരു വലിയ മാറ്റമുണ്ടാകുവാൻ തക്കവണ്ണം, സന്തോഷമുണ്ടാകുവാൻ തക്കവണ്ണം ഈ വചനങ്ങളെ നിമിത്തം ഇടയാക്കണമേ. മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യന് മുമ്പാകെ വേറെ നാമമില്ലെന്ന് വചനത്തിൽ പറയുന്ന പ്രകാരം കർത്താവേ, ഹല്ലേലൂയ, രക്ഷ പ്രാപിപ്പാൻ ആ യേശുവിങ്കിലേക്ക് നോക്കുവാൻ, ദൈവമുഖം അന്വേഷിക്കുവാൻ കർത്താവെ അവിടുന്ന് കൃപ ചെയ്യേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മീറ്റിംഗിൽ ചെയ്യുന്ന അവിടുത്തെ അഭിഷിക്തനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം ബലപ്പെടുത്തണമേ. പാടുവാനുള്ള പ്രിയപ്പെട്ടവരെ ദൈവം കരങ്ങളെടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന അവിടുത്തെ ദാസനെ ദൈവം ശക്തമായി ഉപയോഗിക്കുമാറാകണമേ. വചനത്തിൻ്റെ വാതിലുകളെ തുറന്നു കൊടുക്കുമാറാകണം. അനേകർക്ക് സൗഖ്യമായി, വിടുതലായി, ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ പിതാവെ അവിടുന്ന് കൃപ ചെയ്യണം. ഞങ്ങളുടെ പ്രാർത്ഥന ഞാനും ദൈവം കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാം നീ യേശുവിൻ
അതുപോലൊരു ദൈവം വേറില്ലേ ഭൂമിയിലെങ്ങും. കണ്ണിൻ മണി പോലെ അവൻ കാക്കും തൻ കൈകൾ കരുതാൻ. ഇതുപോലൊരു ദൈവം വേറില്ലേ ഭൂമിയിലെങ്ങും. കണ്ണിൻ മണി പോലെ അവൻ കാക്കും തൻ കൈകൾ. ആകാശപ്പറവകളെല്ലാം പുലരുന്നത് കാണുന്നില്ലേ? അതിലേറെ ശ്രേഷ്ഠതയോടെ നിന്നെയും പുലർത്തുകയില്ലേ? ആകാശപ്പറവകളെല്ലാം പുലരുന്നത് കാണുന്നില്ലേ? അതിലേറെ ശ്രേഷ്ഠതയോടെ നിന്നെയും പുലർത്തുകയില്ലേ? തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോവുകയില്ല. തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോവുകയില്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണേ. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, യേശു അതിശയവാനാണേ. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അതു ദാനം, ദാനം, ദാനം. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം, ദാനം, ദാനം. മലകൾ കയറിയാൽ കിട്ടുകയില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകയില്ല. മലകൾ കയറിയാൽ കിട്ടുകയില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകയില്ല. നന്മകൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ, ഇവയാലൊന്നും രക്ഷ സാധ്യമല്ല. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്ത് വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം, ദാനം, ദാനം. ഈ ലോക ജീവിതത്തിൽ നേടുക, നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദരാ. ഈ ലോക ജീവിതത്തിൽ നേടുക, നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദരാ. നരകശിക്ഷയിൽ നിന്നു വിടുതൽ നേടുക, ഇന്നു വരിക രക്ഷകന്റെ സന്നിധി. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്ത് വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം, ദാനം, ദാനം. രക്ഷകന്റെ സന്നിധി ചെല്ലുക, നിന്റെ പാപമെല്ലാം തന്റെ മുന്നിൽ ചൊല്ലുക. രക്ഷകന്റെ സന്നിധി ചെല്ലുക, നിന്റെ പാപമെല്ലാം തന്റെ മുന്നിൽ ചൊല്ലുക. തന്റെ യാഗമൂലമെന്ന് നിന്റെ പാപമെല്ലാം പോക്കി നിന്നെ ദൈവവേദനാക്കി മാറ്റുമേ. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്ത്
കൂടാതെ ഹല്ലേലൂയ സകല ദുഃഖങ്ങളും പങ്കുവയ്ക്കുവാൻ ഒരു വേദിയുണ്ട്. അത് നമ്മുടെ കർത്താവിന്റെ പാദപീഠമാണ്. യേശു കർത്താവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ വേഗം വരും. തൻ്റെക്കായി കാത്തു നിൽക്കുന്നവരുടെ പ്രതീക്ഷയ്ക്കായി രണ്ടാമത് പ്രത്യക്ഷനാകുന്ന നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാനും അതിനായി ജീവിപ്പാനും ഒരുങ്ങുവാനും നാം തയ്യാറാകേണ്ടത് ആവശ്യകതയുണ്ട്. ഈ മുറ്റത്തെ കൺവെൻഷനിലേക്ക് ഈ സഹൃദയരായ ഈ നാട്ടുകാരെല്ലാ വ്യക്തികളെയും ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്ന് ഒരു പക്ഷെ കേൾക്കുന്നുണ്ടായിരിക്കാം, വഴിയരികിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ എല്ലാവർക്കും കൊണ്ട് ഒരു ദൂതുണ്ട്. ആമേൻ. യേശു കർത്താവ് നിങ്ങളോട് സംസാരിക്കുമെന്ന്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ താല്പര്യത്തോടെ ഇത് ശ്രമിക്കുക. ഒരു ചെറിയ അതേ വിത്ത്, ആമേൻ, ദൈവവചനം എന്ന വിത്ത് ഉള്ളിൽ കയറിയാൽ അത് യേശു നിങ്ങളെ സ്വതന്ത്രമാക്കും. ആ യേശുപാതെ വന്നാലും ഒരു പാപത്തിനും ന്യായവിധിക്കും എല്ലാം ഒരു വ്യത്യാസം വരും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ പാട്ടാണ് പ്രിയപ്പെട്ട സഹോദരിമാർ പാടിയത്. ആമേൻ. കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. തുടർന്ന് നമുക്ക് വചനം അല്പസമയം ദേശത്തോടുള്ള ദൂത് നമുക്ക് കേൾക്കാം. അത് സംസാരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം തോമസ് ആണ്. ശിവരനാട് അസംബ്ലീസ് ബോർഡിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ആമേൻ നമ്മളോട് സംസാരിക്കും. എല്ലാ ദൈവമക്കളും വളരെ പ്രാർത്ഥനയോടെ അമ്മ ഈ ദൂത് ശ്രമിച്ചാട്ടെ. ഇപ്പോൾ ഇതിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രിയ രജി പാപ്പച്ചൻ പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്നേ. ആ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് വചനം അവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാൻ ഇടയാകണം. അതിനായി സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സർവകൃപാലുവായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയപിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ തൊടുവൂർ പഞ്ചായത്തിൽ കല്ലേലി ഭാഗത്ത് ഈ ഉൾഗ്രാമത്തിൽ കല്ലേലി സഭയുടെ ആഭിമുഖ്യത്തിൽ അസംബ്ലീസ് ബോർഡ് കരുനാഗപ്പള്ളി സെക്ഷൻ്റെ ആഭിമുഖ്യത്തിലും നടക്കുന്ന സംയുക്തമായ ഈ മുറ്റത്തെ കൺവെൻഷന് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേശനിവാസികൾ, പരിസരവാസികൾ, സഹൃദയരായ എല്ലാ ശ്രോതാക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ഞങ്ങളിൽ ആരെങ്കിലും രോഗികളോ ദുഃഖിതരോ കടബാധ്യതരോ ഏതെങ്കിലും പ്രയാസങ്ങളിലോ ഡിപ്രഷനിലോ ആയിരിക്കുന്നെങ്കിൽ ഈ വചനം കേൾക്കുന്ന സമയത്ത് സർവകൃപാലുവായ ദൈവം അവരുടെ ഉള്ളങ്ങളോട് ഇടപെടുകയും അവർക്ക് സമാധാനത്തിന് സമാധാനവും ആരോഗ്യത്തിന് ആരോഗ്യവും രോഗസൗഖ്യത്തിന് രോഗസൗഖ്യവും അതല്ലാതെ അപ്പുറമായി ഒരാൾക്ക് നിത്യരക്ഷ കർത്താവ് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ ഹൃദയങ്ങളെ കർത്താവെ ഈ സന്ദേശത്തിലേക്ക് കേൾക്കുവാൻ ഒരുക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഏത് നിലയിലും ഈ സുവിശേഷം ഈ ചുറ്റുപാടുകൾക്ക്, ഈ ഭവന നിവാസികൾക്ക്, അയൽക്കാർക്കെല്ലാം ഒരനുഗ്രഹമായി തീരേണ്ടതിന് ഞങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വന്ന് ശുശ്രൂഷിക്കുന്ന കർത്തൃഭൃത്തിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഈ ദേശത്തോട് നൽകി കൊടുക്കേണ്ട സന്ദേശം നൽകി ആശീർവദിക്കേണ്ടതിന് ദൈവദാസനെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പാടുവാനും നല്ല സ്വന്തം പഠിക്കുവാനും ഒക്കെ കുഞ്ഞുങ്ങളെ സഹോദരിമാരെയൊക്കെ ഞങ്ങളെ സഹായിച്ചല്ലോ. അതിനെല്ലാത്തിനും ഞങ്ങൾ നന്ദി കഴിക്കുന്നു. തുടർന്നും ഭയഭക്തിയോടെ ദൈവസ്ഥലായിരിക്കാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥനകളും യാതനകളും സ്വർഗം കേൾക്കുന്നുള്ള സ്വത്രം സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശു കർത്താവിന്റെ നിസ്തുലമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. മൂലം കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസനെ വളരെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്കായി കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് ഈ ഭവനത്തിൻ്റെ അങ്കണത്തിൽ നടത്തപ്പെടുന്ന സുവിശേഷ മഹായോഗം ഈ നാടിന്, ഈ നാട്ടാർക്ക്, ഈ നാട്ടിൽ താമസിക്കുന്ന മാലോകർക്ക് ഒരനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് കരുനാഗപ്പള്ളി സെക്ഷൻ്റെ സുവിശേഷത്തിൻ്റെ അഭിമാന ഘടകമായ ഇവാഞ്ചലിസം കമ്മിറ്റിയും അസംബ്ലീസ് ഓഫ് ഗോഡ് കല്ലേലി സഭ ദൈവത്തിൻ്റെ ദാസനും അവിടെയുള്ള കമ്മിറ്റിയും സഭാജനങ്ങളും കൂടെ ചേർന്ന് ഈ മുറ്റത്ത് വെച്ച് നടത്തുന്ന സുവിശേഷ മഹായോഗത്തിലേക്ക് സുവിശേഷത്തിൻ്റെ സനാതനമായ
സത്യം കേൾക്കേണ്ടതിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ശ്രോതാക്കളെയും സ്നേഹാദരവുകളോടെ ഞങ്ങളുടെ അല്പസമയം ഹൃദയപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. സൂര്യൻ അതിന് ശക്തമായ നിലയിൽ എരിഞ്ഞമരുന്ന ഈ സമയത്ത് ചൂടിൻ്റെ കാഠിന്യത നിമിത്തം അല്പം വിശ്രമിക്കാം എന്ന് കരുതി നിങ്ങളുടെ വീടിൻ്റെ ഉള്ളറകളിൽ കയറി എല്ലാ ശബ്ദങ്ങളും മാറ്റി നിർത്തി സുഖമായി നിദ്രയിലേക്ക് കയറാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ച് നിങ്ങളുടെ കട്ടിലിൽ കിടക്കുമ്പോഴായിരിക്കാം ഈ ഭവനത്തിൻ്റെ അങ്കണത്തിൽ നിന്ന് ഉയരുന്ന ശബ്ദം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തീരുന്നത്. അങ്ങനെ ഇതൊരു ബുദ്ധിമുട്ടാണല്ലോ, ഉറക്കം നഷ്ടപ്പെട്ടല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടല്ലോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഒരല്പസമയം നിങ്ങളോട് ക്ഷമാപണത്തോടെ ഇതിലും വലിയൊരു പ്രയാസം വരുന്നുണ്ട്, അതിൽ രക്ഷപ്പെടാൻ ഇപ്പോഴുള്ള ഈ ഒരല്പസമയത്തെ ശ്രദ്ധാപൂർവമുള്ള ശ്രവണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും എന്ന് നിശ്ചയമുള്ളതുകൊണ്ടും ഇങ്ങനെയുള്ള സുവിശേഷ മഹായോഗങ്ങളെ ശക്തവും വ്യക്തവും ആയ നിലയിൽ എതിർക്കുകയും ഇങ്ങനെ പ്രസംഗിക്കുന്ന പ്രസംഗകരെ ഓടിച്ചിട്ടടിക്കുകയും അവർ പ്രസംഗിക്കുന്ന ഇടത്ത് ഫ്യൂസുകൾ ഊരുകയും അവരുടെ സംവിധാനങ്ങളെയും വാഹനങ്ങളെയും തല്ലി ഉടയ്ക്കുകയും ചെയ്ത ഒരു പാരമ്പര്യം ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കൊക്കെയുണ്ട്. അന്ന് ഞങ്ങൾ ഓർത്തിരുന്നത് ഞങ്ങളുടെ മസിൽ പവറും ഞങ്ങളുടെ മണി പവറും ഞങ്ങളുടെ മാൻ പവറും ഒക്കെ ഞങ്ങളെ ഏതാണ്ടൊക്കെ സ്ഥലത്തെത്തിക്കും എന്നൊരു ചിന്ത ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ, പ്രശ്നങ്ങളാൽ ഞങ്ങളുടെ ജീവിതം ആടി ഉലഞ്ഞപ്പോൾ, രക്ഷപ്പെടാനുള്ള സകല വഴിത്താരകളും ഞങ്ങൾക്ക് മുമ്പിൽ അടഞ്ഞപ്പോൾ, ഈ അന്ന് കണ്ടിരുന്ന സകല സംവിധാനങ്ങളും ഞങ്ങൾ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തിയപ്പോ, ശാസ്ത്രം ഞങ്ങൾക്ക് മുമ്പിൽ തോറ്റു പിന്മാറിയപ്പോ, രക്ഷിക്കാമെന്ന് പറഞ്ഞ ഒരു മാർഗവും ഞങ്ങൾ ഓടി അകറ്റിയ, ഞങ്ങൾ ശപിച്ചു മാറ്റി നിർത്തിയ, ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് നിർത്തിയ സുവിശേഷമാണ് ഞങ്ങൾ ഇന്ന് പകൽ പ്രഘോഷിക്കുന്ന ഈ സത്യവചനമാണ് ഇന്നിന്റെ കാലഘട്ടത്തിൽ ഞങ്ങളെ ഇങ്ങനെ നിർത്തി സധൈര്യം ഇത് പ്രസംഗിക്കാൻ ശക്തി നൽകിയതെന്ന് എൻ്റെ മാന്യ ശ്രോതാക്കളോട് പറയുന്നതിൽ ഞങ്ങൾക്കൊട്ടും ഭാരമില്ല. അതുകൊണ്ട് ഒരല്പസമയം നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ നിങ്ങളുടെ ഭവനാങ്കണത്തിൽ, നിങ്ങളുടെ കട്ടിലിൽ, നിങ്ങളുടെ AC മുറിക്കുള്ളിൽ, ശീതീകരിച്ച ഭവനങ്ങൾക്കകത്ത് എല്ലാ സംവിധാനങ്ങളും ഉള്ളപ്പോഴും ഒരല്പസമയം ഈ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനായ ദൈവത്തിൻ്റെ, സനാതനനായ ദൈവത്തിൻ്റെ, വീണ്ടെടുപ്പുകാരനായ യേശുവിനെ കുറിച്ച് ഞങ്ങൾ ഈ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തെ ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ എൻ്റെ മാന്യ ശ്രോതാക്കളോട് ഹൃദയം കൊണ്ട് ഒരല്പ സന്തോഷത്തോടെ അഭിമാനത്തോടെ നിങ്ങളോട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആവശ്യപ്പെടുകയാണ്. വേദപുസ്തകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ 3 കഥാപാത്രങ്ങളെ കാണാം. ഞാൻ ആ 3 കഥാപാത്രങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഈ നാടിന്റെ മുമ്പിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചൊന്ന് പ്രസ്താവിക്കാൻ, വെളിപ്പെടുത്താൻ ഒന്ന് തയ്യാറാകുകയാണ്. ഒരപ്പൻ, 2 ആൺമക്കൾ, സുഖസുന്ദരമായ വീട്, വീട്ടിൽ ഇഷ്ടം പോലെ ജോലിക്കാർ, അകത്തും പുറത്തും വേലക്കാർ, ഏത് ഭക്ഷണം വേണമെങ്കിലും ഒരുക്കി കൊടുക്കാൻ കഴിയുന്ന മാന്യരായ ഷെഫുകൾ, വസ്ത്രം ധരിപ്പിക്കാൻ ആളുകൾ, വസ്ത്രം കഴുകിക്കൊടുക്കാൻ ആളുകൾ, മുറ്റം തൂക്കാൻ ആളുകൾ, വീട് തുടയ്ക്കാൻ ആളുകൾ, കൃഷിയിടത്തിൽ അധ്വാനിക്കാൻ ആളുകൾ, അങ്ങനെ ഒരു നല്ല പറ്റം ആളുകൾ ആ വീട്ടിലുണ്ട്. ആ വീട്ടിലെ അപ്പന്റെ ഇഷ്ടമറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകൾ ആ വീടിന്റെ അകത്തുണ്ട്. ആ വീടിന്റെ അടുത്ത ചുമതലക്കാരായി 2 കുഞ്ഞുങ്ങൾ,
രണ്ടു യൗവനക്കാർ വളർന്നു വരുന്നുണ്ട്. മൂത്തവൻ നല്ല കൃഷിക്കാരൻ. അപ്പനെ കൃഷിയിൽ സഹായിക്കാൻ അടുത്ത ദേശത്തിലെ കൃഷിക്കാരനായി മാറാൻ തന്റെ അധ്വാനവും ബുദ്ധിയും കഴിവുമൊക്കെ പ്രയോഗിച്ച് എങ്ങനെ കൃഷിയെ മാന്യമായി വികസിപ്പിച്ച് ഫലം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, ഏത് വളമിടണം, എങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിക്കണം, എങ്ങനെ സമ്പത്ത് കൂട്ടിവെക്കണം എന്ന ആശയങ്ങളെ പഠിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ. രണ്ടാമത്തവൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. അവന് വീട് പ്രശ്നമല്ല, കൃഷിയിടം പ്രശ്നമല്ല, അപ്പൻ പ്രശ്നമല്ല, വീട്ടിലെ ജോലിക്കാർ പ്രശ്നമല്ല. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പലരുടെയും വീടുകളിൽ ഉയർന്ന ഒരു ശബ്ദമായിരിക്കാം അവന്റെ ശബ്ദം. അടിച്ചു പൊളിച്ച് ജീവിക്കണം, അതായിരിക്കും അവന്റെ ശബ്ദം. അവനോട് ആര് ചോദിച്ചാലും പറയും, ഞാൻ ന്യൂജൻ തലമുറയാണ്, ഞാൻ ന്യൂജൻ ആളാണ്, എനിക്ക് പഴയ ആളുകൾ പറയുന്നൊന്നും എനിക്കിഷ്ടമല്ല. ദൈവമോ അതാരാ, ഭക്തിയോ അതെന്ത് ഭക്തിയാ? ഇത്രയും ശാസ്ത്രം വളർന്ന സയൻസ് അതിന്റെ അത്യുച്ചകോടിയിൽ നിൽക്കുന്ന ഈ സമയത്ത് ദൈവം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വരട്ടാൻ നോക്കണ്ട. അതെന്റെ അപ്പന്റെ അടുത്ത് ചിലവാകും, ഒരുപക്ഷെ എന്റെ ചേട്ടന്റെ അടുത്ത് ചിലവാകും, എന്റെ അടുത്ത് ചിലവാകത്തില്ല. കാരണം ഞാൻ സയൻസ് നന്നായി പഠിച്ചതാണ്, ഞാൻ കെമിസ്ട്രി പഠിച്ചയാളാ, ഞാൻ ഫിസിക്സ് പഠിച്ചയാളാ, ഞാൻ ബയോളജി പഠിച്ചയാളാ, ഞാൻ മാത്സ് പഠിച്ചയാളാ, ഞാൻ പ്രത്യേക ട്യൂഷൻ പഠിച്ച് വിജയശ്രീലാളിതന്. അതുകൊണ്ട് എൻ്റെ അടുക്കൽ ഇങ്ങനത്തെ പേടിപ്പിക്കുന്ന കിഴവിക്കഥ കൊണ്ടൊന്നും വരേണ്ട എന്ന് പറഞ്ഞ് അവനൊരല്പം ന്യൂജനായി മാറാൻ ശ്രമിക്കുമ്പോ അവൻ അപ്പന്റെ അടുക്ക ചെന്ന് പറഞ്ഞു, അപ്പാ എനിക്കിങ്ങനെ ഈ വീട്ടിന്റെ ചുറ്റുപാടിലൊന്നും ജീവിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. നമ്മുടെ ആളുകളൊക്കെ പറയുന്ന പോലെ എൻ്റെ പണം, എൻ്റെ ആരോഗ്യം, എൻ്റെ ജീവിതം, എൻ്റെതായ നില, എൻ്റെ സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ ചെറുപ്പക്കാരൻ അപ്പനോട് പറഞ്ഞു, എൻ്റെ സ്റ്റാറ്റസ് നിങ്ങളുമായിട്ടൊക്കെ ഇല്ല, ഞാൻ പഴയ ആളല്ല, അതുകൊണ്ട് എനിക്കൊരു പുതുമ വേണം, എനിക്കൊരു പുതുക്കം വേണം. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, അപ്പൻ എനിക്ക് തരാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, എൻ്റെ വീതം, എൻ്റെ അവകാശം എനിക്ക് തരണം. അപ്പൻ ഒട്ടും വൈമനസ്യം കാണിച്ചില്ല, ഇന്നത്തെ അപ്പന്മാരെ പോലെയല്ല, ഒട്ടും വൈമനസ്യം കാണിക്കാതെ അവൻ പറഞ്ഞ മാത്രയിൽ തന്നെ അവന്റെ അവകാശങ്ങൾ മുഴുവൻ അവന്റെ പേരിലേക്ക് മാറ്റിക്കൊടുത്തു. അവൻ ഒട്ടും കളയാതെ തന്നെ അതെല്ലാം വിറ്റു തുലച്ചു, അവനതെല്ലാം വിറ്റു നശിപ്പിച്ചു. വചനം പറയുന്നത് പോലെ അവൻ വിറ്റു പണമെല്ലാം കീശയിലാക്കി ദൂരസ്ഥലത്തേക്ക് അവൻ യാത്രയായി. ന്യൂജൻ ആളുകളുടെ കൂടെ അവൻ യാത്ര തിരിച്ചു. MDMA-യോ കഞ്ചാവോ പാൻമസാലകളോ അവൻ നമ്മുടെ ഭാഷ പറഞ്ഞ ആന മയക്കിയോ കുതിര മയക്കിയോ ഗർഭം കലക്കിയോ ഓടെ കിടത്തുന്ന സാധനമൊക്കെ കഴിച്ച് ചീട്ട് കളിച്ച് ദുർവർത്തമാനം പറഞ്ഞ് അവൻ അങ്ങനെ സമയം ചെലവഴിക്കാൻ തയ്യാറായി. നാടേ, കല്ലേലി ഭാഗം നാടേ, നാട്ടാരെ, മാലോകരെ, നിങ്ങളും ഞാനുമൊക്കെ ഒരു കാലത്ത് പറഞ്ഞ ആ പദസഞ്ചയം അവൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ഇതെന്റെ കാലം, ഇതെന്റെ തലമുറ, ഇതെന്റെ പണം, എന്റെ ജീവിതം, ഒരിക്കലേ ജീവിതമുള്ളൂ, അടിച്ചു പൊളിച്ചു ജീവിക്കണമെന്നവൻ ആവേശത്തോടെ പറഞ്ഞു. അങ്ങനെ അവന് ന്യൂജൻ കൂട്ടുകാരെ കെട്ടി. നമ്മുടെ ഭാഷ പറഞ്ഞാൽ പുറകുയർന്ന ബൈക്കും 2 സൈലൻസറും നല്ല ഹെൽമറ്റും വളരെ വില കൂടിയ മുന്തിയ ഇനം ബൈക്കുകളുമൊക്കെയായി അവൻ യാത്രയായി. ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിലാണ് പറഞ്ഞത്, അതല്ല. അങ്ങനെ ആ സംവിധാനങ്ങളുമായി ചീറിപ്പാഞ്ഞ് ടൗണുകളിലും പട്ടണങ്ങളിലും നാൽക്കവലകളിലും മുക്കവലകളിലുമൊക്കെ അവൻ ആടി ഉല്ലസിച്ച് കൂട്ടുകാരുമൊത്ത് ജീവിക്കുന്ന സമയം ഒരു കാലം കഴിഞ്ഞു, ഒരു സമയം കഴിഞ്ഞു, കയ്യിലെ പണം തീർന്നു. കയ്യിലെ പണം തീർന്നപ്പോൾ എന്താ സംഭവിച്ചത്? കൂട്ടുകാർ ഓരോരുത്തരായി വിട്ടുപോയി. കൂട്ടുകാർ വിട്ടുപോയതിന്റെ കാരണം എന്താ? അവനെ പിൻപറ്റിയിട്ട് ഇനി കാര്യമില്ല, അവനിലൂടെ ഇനി നന്മയുണ്ടാകത്തില്ല, അവനിലൂടെ ഇനി അനുഗ്രഹമൊന്നും കിട്ടില്ല. ഹോട്ടലിൽ കയറിയാൽ ബില്ല് പേ ചെയ്യേണ്ടി വരും, ഷാപ്പിൽ കയറിയാൽ ബില്ല് പേ ചെയ്യേണ്ടി വരും.
അതിനേക്കാൾ നല്ലത് അവനെ ഒഴിവാക്കുന്നതാ നല്ലത്. അങ്ങനെ അവനെ ഒഴിവാക്കാൻ അവർ തീവ്ര ശ്രമം നടത്തി. ഓരോരുത്തരായി ഈ യൗവനക്കാരനെ വിട്ട് പിന്മാറിപ്പോയി. അവസാനം അവൻ മാത്രമായി മാറിയ ഒരു സമയമുണ്ടെന്ന കാര്യം മറക്കരുത്. ഇന്ന് ഈ കല്ലേലി ഭാഗം ദേശത്തോട് ആത്മാവിൽ സുവിശേഷകർ നിലയിൽ പറയുന്ന ഒരു വലിയ പ്രസ്താവന കേൾക്കണമേ. സ്നേഹിത, ഇന്ന് താങ്കൾക്ക് പണം കണ്ടേക്കാം. സ്നേഹിത, ഇന്ന് താങ്കൾക്ക് ബന്ധുബലം കണ്ടേക്കാം. സ്നേഹിത, ഇന്ന് താങ്കൾക്ക് കൂട്ടുകാരെ കെട്ടിയേക്കാം. സ്നേഹിത, ഇന്ന് താങ്കൾക്ക് ബാങ്ക് ബാലൻസും ATM കാർഡും ക്രെഡിറ്റ് കാർഡും ഉള്ളപ്പോ ആളുകളും സംവിധാനങ്ങളും കണ്ടേക്കാം. പക്ഷേ അതൊന്നും പ്രയോജനപ്പെടാതെ വരുന്ന ഒരു ദിവസം ഈ തലമുറയ്ക്കുണ്ടാകുമെന്ന കാര്യം അനിശ്ചൂതം പറയാൻ ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. ഈ സുവിശേഷ യോഗം കൊണ്ട് ഈ ഭവനവും കല്ലേലി അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയും അസംബ്ലീസ് ഓഫ് ഗോഡ് ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റ് കരുതാകപ്പള്ളിയും ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. നീ ഒറ്റയ്ക്കാകുന്ന ഒരു ദിവസം വരൂ. അന്ന് രക്ഷിപ്പാൻ കൂട്ടുകാർ കാണില്ല, നാട്ടുകാർ കാണില്ല, മാലോകര് കാണില്ല. നിന്റെ സകല സംവിധാനങ്ങളും പരാജയപ്പെടുന്ന ഒരു ദിവസം വരും. അതിനെന്താ അവസ്ഥയെ ഞങ്ങൾ അന്ന് നോക്കിക്കൊള്ളാം എന്ന് പറയാൻ ആളുകൾ തയ്യാറായേക്കാം. ശരിയാ, അന്നെല്ലാം നോക്കാനൊന്നും സമയം കിട്ടില്ല മക്കളെ. തലയ്ക്ക് മുകളിൽ എന്താ നടക്കുന്ന പറയാൻ പ്രവചിക്കാൻ പറ്റാത്തൊരു സമയം വരുന്നുണ്ട്. ഒരുപക്ഷെ നിന്നെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത, എന്റെ കേൾവിക്കാരോട് പറയാം, നിന്നെ കൊണ്ട് വഹിക്കാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാത്ത, നിന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി നിന്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചതിന് ശേഷം ആരെന്നെ രക്ഷിക്കുമെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മുമ്പിൽ ഇപ്പോഴോ നിന്നോട് നല്ല വർത്തമാനം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നിന്റെ ദുർദിവസത്തിലും നിന്റെ സന്തോഷ ദിനത്തിലും രക്ഷിക്കാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ ഏക നാമം യേശു എന്നാണ് നാമം. ആ നാമത്തിന് നിന്റെ ഒറ്റപ്പെടലുകളെ മാറ്റാൻ കഴിയും. സുഹൃത്തേ, നീ വീട്ടിലെല്ലാവരും ഉള്ളപ്പോൾ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ആഹാരം എങ്ങനെ കഴിച്ച് മൃഷ്ടാന ഭോജനം നടത്തി മാറ്റിവെക്കുമ്പോ നീ ആ വീടിന്റെ അകത്ത് പോലും ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം മറക്കല്ല് കേട്ടോ. ഈ പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദപരിധിക്കകത്തിരിക്കുന്ന ആരോടോ ദൈവാത്മാ പറയുകയാ, മരിച്ചാൽ മതിയായിരുന്നു, എന്തിനിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു എന്ന്. നിന്റെ ശബ്ദം ദൈവത്തിന്റെ അടുക്കലെത്തിയിട്ടുണ്ട്. ആ ദൈവം പറയുകയാ, നിന്നെ ചേർത്ത് നിർത്താൻ, നിന്നെ ചേർത്ത് പിടിക്കാൻ ഒരൊറ്റ നാമമേ ഭൂമിയിലുള്ളൂ. അത് യേശുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ, ഇവരെല്ലാം ഉണ്ടായിരുന്നപ്പോ എല്ലാവരും ഉണ്ടായിരുന്നു. ATM കാർഡ് ഇട്ടാൽ പണം കിട്ടുന്ന ദിവസത്തിൽ ആളുകൾ അവരൊപ്പം കൂടി. പക്ഷെ ATM കാർഡ് ഇട്ടാൽ പണം വരാത്ത ഒരു സമയം അവനുണ്ടായി. ക്രെഡിറ്റ് കാർഡിൽ ബാലൻസ് ഇല്ലാത്ത, ലോൺ അടയ്ക്കാൻ നിവർത്തിയില്ലാത്തൊരു കാലം. പട്ടച്ചാരായവും MDMA-യും കഞ്ചാവും ആനമൈക്യം കിട്ടാത്തൊരു കാലം അവന്റെ ജീവിതത്തിൽ എടുത്തു വന്നു. ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. തലമുടികൾ വളർന്നു. ഷേവ് ചെയ്തിട്ട് ദിവസങ്ങളായി, കുളിച്ചിട്ട് ദിവസങ്ങളായി, വസ്ത്രം മാറാൻ വേറെ വസ്ത്രമില്ലാതെയായി. കടത്തിണ്ണകളിലും വെയിറ്റിംഗ് ഷെഡുകളിലും വിശ്രമ കേന്ദ്രങ്ങളിൽ മാറി മാറി അന്തി ഉറങ്ങി. അവൻ നാടിലൂടെ പോകുന്ന പട്ടികൾ അവന്റെ ദേഹത്ത് മുത്രമൊഴിച്ചു. ആളുകൾ അവനെ കളിയാക്കി അപമാനിച്ചു. ഇന്ന വീട്ടിലെ ഇന്നയാളല്ലേ പോകുന്നു ചോദിച്ചുകൊണ്ട് അപമാനിക്കാൻ ആളുകൾ തയ്യാറായി. പക്ഷേ അവനപ്പോഴും ബോധമുണ്ടായിരുന്നില്ല. അവനേതോ ഒന്നിന്റെ പിന്നാലെ ഇങ്ങനെ യാത്ര ചെയ്യുകയാ. അവന്റെ ചിന്തകൾ, അവന്റെ ചിന്താധാരകളൊക്കെ ഒത്തിരി ഉയരത്തിലായിരുന്നു. എന്നാൽ കുറെ നാൾ കഴിഞ്ഞു, എല്ലാവരും മാറി, ആരുമില്ലാതെ ഒറ്റയ്ക്കായി. ആ ഒറ്റയ്ക്കായപ്പോ വീടുകൾ തപ്പിയിറങ്ങി. ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എന്തു ജോലി ചെയ്യാൻ അവൻ തയ്യാറായി വരികയാ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. ഒരു കാലത്ത് വീട്ടിൽ ജോലിക്കാരെ നോക്കി നിന്നവൻ, ജോലിക്കാർക്ക് ശമ്പളം വീതിച്ചവൻ, ജോലിക്കാരുടെ ശമ്പളം എണ്ണിക്കൊടുത്തവൻ, ജോലിക്കാരുടെ ശമ്പളം അവൻ പറഞ്ഞു കൊടുത്തവൻ, അളന്നു കൊടുത്തവൻ, ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ജോലിക്കിറങ്ങി നടക്കുമ്പോ വചനം ഇങ്ങനെ പറയുന്നു, അവൻ ഒരിടത്തെത്തി. ആ വീട്ടിൽ ധാരാളം പന്നികളുണ്ട്. പന്നികൾക്ക് കൊടുക്കുന്ന
ആഹാരമെങ്കിലും കിട്ടിയാൽ കൊള്ളാമാർ ചിന്തയിൽ അവൻ ആ വീട്ടിൽ അഭയം പ്രാപിച്ചു. ഉടമസ്ഥൻ ചിന്തിച്ചു, എന്തെങ്കിലും കൊടുത്താൽ പോരെ, ജോലി ചെയ്യട്ടെ. ആ ചിന്തയോട് അവന് പന്നിയെ മേയ്ക്കാനുള്ള ജോലി കിട്ടി. ഭക്ഷണം കിട്ടിയില്ല താനും. അവസാനം പന്നിക്ക് കൊടുക്കുന്ന ആഹാരം കഴിക്കാൻ ചെന്ന പന്നിയും സമ്മതിച്ചില്ല. വീട്ടുകാരില്ല, നാട്ടുകാരില്ല, നാൽക്കാലി പോലും തിരിഞ്ഞു നോക്കാത്ത, നാൽക്കാലി പോലും അവൻ ആഹാരം കൊടുക്കാൻ പറ്റാത്ത ഒരു സമയത്തിലേക്ക് അവന്റെ ജീവിതയാത്ര തുടർന്നു. അപ്പോൾ അവന് സുബോധം വന്നു. ഇന്ന് ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് കല്ലേലി ഭാഗം ദേശത്തോട് ആത്മാവിന് പറയാനുള്ള സന്ദേശം, ഇന്ന് കാണുന്ന എല്ലാ സൗകര്യങ്ങളും എന്നും കാണുമെന്ന് വിശ്വസിക്കേണ്ട. ഇന്ന് കാണുന്ന എല്ലാ സംവിധാനങ്ങളും എന്നും കാണുമെന്ന് വിശ്വസിക്കേണ്ട. ഇന്ന് കാണുന്ന ജോലി എന്നും കാണുമെന്ന് വിശ്വസിക്കേണ്ട. ഇന്ന് കാണുന്ന ആരോഗ്യം എന്നും കാണുമെന്ന് വിശ്വസിക്കേണ്ട. ഇന്ന് കാണുന്ന ബാങ്ക് ബാലൻസ് എന്നും ഉണ്ടാകുമെന്ന് ചിന്തിക്കേണ്ട. ഒരൊറ്റ രോഗം മതി, സൗന്ദര്യം മാറും, ആരോഗ്യം നഷ്ടപ്പെടും, പണമില്ലാതെയായി എല്ലാറ്റിനു വേണ്ടി ആലയേണ്ടുന്ന ഗതി വരുന്നു. സുഹൃത്തേ, നിനക്ക് വേണ്ടി ഒരു നല്ല വഴിയുണ്ട്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവാകുന്ന വഴിയെ തിരഞ്ഞെടുക്കാൻ ഞാൻ എൻ്റെ ശ്രോതാക്കളോട് സ്നേഹത്തോടെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അവൻ പന്നികൾക്ക് കൊടുക്കുന്ന ആഹാരം കിട്ടാതെ വന്നപ്പോൾ അവന്റെ അപ്പനെ കുറിച്ച് ഓർത്തു, അപ്പന്റെ വീടോർത്തു, അപ്പന്റെ വീട്ടിലെ ജീവനക്കാരെ ഓർത്തു, അപ്പന്റെ വീട്ടിലെ ആഹാരം ഓർത്തു. ഞാൻ ഈ പ്രസംഗിക്കുമ്പോ പലർക്കും ഓർമ്മ വരത്തില്ല, പണ്ടത്തെ കാലം ഓർമ്മ വരണമെന്നില്ല. ഞാനിത് പ്രസംഗിക്കുമ്പോ ഇയാൾക്കൊക്കെ വേറെ ജോലിയില്ലേ, ഇവർക്കൊക്കെ ഒരു തൊഴിലില്ലാതെ ഇറങ്ങി നടക്കുക എന്ന ചിന്ത വരാം. പക്ഷേ ഓർക്കുന്ന ഒരു ദിവസം വരും, ഓർമ്മ വരുന്ന ഒരു ദിവസം വരും, അതിന് ദൈവം ഇടവരുത്തുമെന്ന് മറക്കരുത്. അതിന് മുമ്പ് നിന്നെ രക്ഷിക്കാൻ യേശുവിന്റെ കരം ഇന്ന് രാവിലെ പകലും ചലിക്കുന്നുണ്ട്. ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ യേശുവെ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഈ ശബ്ദപരിധിക്കകത്ത്, നിന്റെ ഭവനത്തിന്റെ അകത്ത്, അടുക്കളയിലോ വരാന്തയിലോ സിറ്റ് ഔട്ടിലോ മുറിക്കുള്ളിലോ ഹാളിന്റെ അകത്തിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഒറ്റ വാക്ക് പറയാൻ കഴിയുമെങ്കിൽ, യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനാ, നാൽക്കാലി പോലും തിരിഞ്ഞു നോക്കാനില്ലാത്ത, വലിയ വീടും സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരു മനുഷ്യത്വത്തിന്റെ ഉടമയാണ് ഞാൻ. എന്നെ രക്ഷിക്കണമെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ നിന്നെ രക്ഷിക്കാൻ ഇന്ന് പകൽ അവൻ ഉന്നതം വിട്ടിറങ്ങി വന്ന, സ്വർലോകത്തിൽ സകലമായിരുന്ന ദൈവമായിരുന്നവൻ അത് വിട്ടിട്ട് മനുഷ്യനായി തീർന്ന, അവിടുത്തെ ജീവൻ നൽകി ആദരിച്ച സ്നേഹം കൊണ്ട് നിന്നെ വീണ്ടെടുക്കാൻ യേശു തയ്യാറാ. സംഭവിച്ചതെന്താ? അവൻ വീട്ടിനെ കുറിച്ച് ഓർമ്മ വന്നപ്പോ സുബോധം വന്നു. അവൻ വീട്ടിലേക്ക് ഓടാൻ തുടങ്ങി. ആ സമയത്ത് വീടിനെ വരാന്തയിൽ അപ്പൻ പ്രായമായി കാതോർത്ത് കണ്ണു കൂട്ടി കാതോർത്ത് നിൽക്കുകയാ. എൻ്റെ മകൻ ഇന്ന് വരും, നാളെ വരും ചിന്തയോടെ. ഞാൻ എൻ്റെ വാക്കുകൾ വേഗം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്. ആ അപ്പൻ ആ മകന്റെ വരവ് കാത്തിങ്ങനെ കാതോർത്ത് നിൽക്കുമ്പോ ഇതാ അവൻ ഒരു ഭ്രാന്തനെ പോലൊരു മനുഷ്യൻ നടന്നു വരുന്ന കണ്ടപ്പോൾ ഈ അപ്പൻ കസേര എഴുന്നേറ്റു, സിറ്റ് ഔട്ടിൽ എഴുന്നേറ്റു, മകന്റെ അടുക്കലേക്ക് നടക്കാൻ തുടങ്ങി. ആ കാലുകളുടെ വേഗത കൂടി, മകന്റെ ചങ്കിടിപ്പ് വർദ്ധിച്ചു. രണ്ടുപേരുടെയും കൂട്ടിമുട്ടലിന് വേണ്ടി, രണ്ടുപേരും ഒരുമിച്ച് കൂടേണ്ടതിന് വേണ്ടി രണ്ടുപേരും തിരക്കോടെ തിക്കി ഓടുകയാ. അവർ രണ്ടുപേരും ഓടിയെടുത്ത് ഒരു വചനം പഠിപ്പിക്കുന്ന അപ്പൻ അവനെ കെട്ടിപ്പിടിച്ചു, കഴുത്തിൽ ചുംബിച്ചു, അവന്റെ വസ്ത്രം മാറി, ചെരുപ്പ് മാറി, അവൻ തലമുടി വെട്ടിച്ച് മുഖം ഷേവ് ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കി മാറ്റി. അവന് വേണ്ടി ഒരു ആഘോഷം നടത്തിയെങ്കിൽ ഇന്ന് പകൽ സ്വർഗമില്ലാതെ, ദൈവമില്ലാതെ, ദൈവഭയമില്ലാതെ, മതാചാരങ്ങളിൽപ്പെട്ട്, മതകർമാനുഷ്ഠാനങ്ങളിൽപ്പെട്ട് നിന്റെ ജീവിതം വെറുമൊരു ജീവിതസന്ധിയായി മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, സുഹൃത്തേ, നിന്നെ കാതോർത്തിരിക്കുന്ന, കൺകുളിർക്ക കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു നല്ല പിതാവുണ്ട്. അവൻ നിന്നെ നോക്കിയിരിക്കുകയാ. ഒരു സെക്കൻഡ് യാത്ര ചെയ്യാൻ തയ്യാറായ അവിടുന്ന് എഴുന്നേറ്റ് നിന്റെ അടുക്കലേക്ക് വന്ന് മാറോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് നിന്നെ മകൻ എന്ന പദവിയിലേക്ക് ആനയിക്കാൻ റെഡിയാണ്. ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോ, നാളുകൾക്കെന്നോ മുമ്പ് സുവിശേഷത്തിന്റെ സത്യം കേട്ട് യേശു നല്ലവനെന്നറിഞ്ഞവരെ
സൗഖ്യം പ്രാപിച്ചവരെ, എന്നിട്ടും ഈ സ്നേഹത്തെ വേണ്ടും വണ്ണം രുചിച്ചറിയാൻ കഴിയാതെ പോയവരെ, അവൻ ആരാധനയിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയവരെ, സത്യ സുവിശേഷത്തിന്റെ സനാതനത്വത്തെ ഏറ്റെടുക്കാൻ കഴിയാതെ പോയവരെ, നിനക്ക് വേണ്ടി പിതാവ് ഇന്ന് പകലും കാതോർത്തിരിക്കുകയാണ്. അവൻ വേണ്ടി ഒരക്ഷരം പറഞ്ഞ് ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ ദൈവത്തോടും സ്വർഗത്തോടും അപ്പനോടും പാപം ചെയ്ത് ഒരൊറ്റ വാക്ക് പറയാൻ തയ്യാറുണ്ടെങ്കിൽ നിന്നെ രക്ഷിപ്പാൻ യേശു നിന്റെ അടുക്കലേക്ക് വരാൻ റെഡിയാ. എൻ്റെ ശ്രോതാക്കളോട് ഈ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാ. നിങ്ങൾ ഇരിക്കുന്നിടത്ത്, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ദൈവത്തോടൊന്ന് പറയാമോ, ഞാൻ സ്വർഗത്തോടും അപ്പനോടും പാപം ചെയ്തു പോയി, തെറ്റുപറ്റിപ്പോയി, ഞാൻ അകന്നുപോയി, ഞാൻ ഓർത്തു ന്യൂജന നല്ലതെന്ന്, ഞാൻ ഓർത്ത് മസിൽ പവറാ നല്ലതെന്ന്, ഞാൻ ഓർത്ത് മാൻ പവറാ നല്ലതെന്ന്, ഞാൻ ഓർത്ത് എൻ്റെ കഴിവാ നല്ലതെന്ന്, ഞാൻ ഓർത്ത് എൻ്റെ ഏറ്റിമ ഗുണമെന്ന്, ഞാൻ ഓർത്ത് എൻ്റെ വീട്ടുപേരൻ രക്ഷിക്കുമെന്ന്. ഒന്നും രക്ഷിക്കാൻ കഴിയാതെ ശൂന്യാവസ്ഥ നിൽക്കുന്ന എന്നെ രക്ഷിക്കാൻ പിതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ എൻ്റെ ശ്രോതാക്കളെ, നിങ്ങളെ രക്ഷിക്കാൻ യേശുവിൻ്റെ കരം ഈ പകൽ ചലിക്കുന്നു. നീ രോഗിയാകാം, നീ പാപിയാകാം, മദ്യപാനിയാകാം, മയക്കുമരുന്നിന് അടിമയാകാം, ദുർജീവിതം നയിക്കുന്നയാളാകാം, ദുർസ്വഭാവത്തിന് അടിമത്തത്തിലായിരിക്കാം, ചങ്ങലക്കിട്ട് പൂട്ടിയവനായിരിക്കാം. നിന്നെ വീണ്ടെടുക്കാൻ, വിടുവിക്കാൻ, സ്വസ്ഥതയും സമാധാനം തരാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന് കഴിയുമെന്ന് ഉച്ചൈശ്വരം ഞങ്ങൾ ഇത്രയും പേരും കൂടെ ഒരുമിച്ച് വിളിച്ചു പറയുന്നു. സ്വർഗത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ ഏക സത്യ നിത്യനാമം യേശുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവും കൂടെ ഇല്ലവേ ഇല്ല. ആ നാമത്തെ സ്വീകരിക്കാൻ, ആ നാമത്തെ ഏറ്റെടുക്കാൻ, ആ നാമത്തെ അംഗീകരിച്ച് സത്യസുവിശേഷത്തെ ഏറ്റെടുത്ത് ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കാൻ സ്നേഹത്തോടെ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെ തൊട്ടടുത്ത അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു ചർച്ച ഉണ്ട്. അവിടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രഞ്ജിത്ത് 24 മണിക്കൂറും പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട്. അദ്ദേഹം കുടുംബമായി അവിടെ പാർത്ത് നിങ്ങളെ ഏത് സമയത്തും സഹായിക്കാൻ റെഡിയായി നിൽക്കുകയാ. ഒരു മുൻവിധികൾ കൂടാതെ, അയ്യോ ഞാൻ അങ്ങനെ പോയാൽ ആരെങ്കിലും കളിയാക്കുമോ ചിന്ത വേണ്ട. നിങ്ങൾക്ക് യേശുവിനെ സ്നേഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ആ പിതാവിൻ്റെ അടുക്കൽ വരാൻ മനസ്സുണ്ടെങ്കിൽ, നിങ്ങളെയും ഞങ്ങൾ സ്നേഹത്തോടെ ആലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാ. ഹൃദയപൂർവ്വം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാ. നിങ്ങളുടെ ജീവന്റെ സൗഖ്യത്തിന് വേണ്ടി, നിങ്ങളുടെ ശരീരത്തിന് സൗഖ്യത്തിന് വേണ്ടി, സ്വർഗീയ പ്രവേശനത്തിന് വേണ്ടി, പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരേണ്ടതിന് വേണ്ടി ഒരു സുവിശേഷകൻ നിലയിൽ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ആമേൻ അവസരം നൽകിയ കർത്തൃഭൃത്യന്മാരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞും ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് മുഴുവൻ നന്ദി യകിക്കൊണ്ടും സർവശക്തനായ ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ, സൗഖ്യം നൽകട്ടെ, ആന്തരിക സൗഖ്യവും ശാരീരിക സൗഖ്യം നൽകട്ടെ, മനസ്സിന് സുഖം നൽകട്ടെ, നല്ല ഉറക്കം നൽകട്ടെ, നല്ല സമാധാനം നൽകട്ടെ, നല്ല ഒരു സുഖകരമായ ജീവിതം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു പരിശുദ്ധ പിതാവേ, ഇന്ന് പകൽ ഞങ്ങൾ ഈ പ്രഘോഷിച്ച തിരുവചനത്തിൻ്റെ സത്യനിമിത്തം ഈ ശ്രോതാക്കളിൽ ചിലരുടെ ഹൃദയത്തെ തുറന്ന്, അവരുടെ വീടിൻ്റെ വാതായനങ്ങളെ തുറന്ന് സ്വർഗത്തിലെ ദൈവം അവിടെ പ്രവേശിച്ച് അവരോട് ഇടപെടണമേ. പരിശുദ്ധാത്മാവേ, ഈ ദേശത്ത് പരിവർത്തനം നടത്തണമേ. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കർമ്മങ്ങളിലും ഒക്കെ മുഴുകിയിരിക്കുന്ന ജനത്തെ വിടുവിച്ച് രക്ഷിച്ച് സുവിശേഷത്തിലേക്ക് അടുപ്പിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനെടുക്ക് വരുന്നില്ല എന്ന വചനപ്രകാരം ഇവർ പുത്രനാൽ ആകർഷിക്കപ്പെട്ട് പുത്രൻ്റെ അടുക്കൽ വരുന്ന പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരായി തീരാൻ, പരിശുദ്ധാത്മാവിനാൽ യേശു കർത്താവ് എന്ന് പറയുന്നവരായി മാറാൻ ഈ ജനത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൈമാറുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആവശ്യഭാരത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അവരെ വിടുവിക്കണമേ. സൗഖ്യവും നന്മയും കൽപ്പിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ും
ഈ ദേശത്തോട് അറിയിപ്പാൻ പാസ്റ്റർ എബ്രഹാം തോമസിനെ ദൈവം ബലപ്പെടുത്തി. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ അദ്ദേഹം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ സെക്ഷന്റെ സെക്രട്ടറിയും കൂടാണല്ലോ അദ്ദേഹം. ആമേൻ. ഇത്രത്തോളം കാര്യങ്ങൾ സാധ്യമാക്കി തന്ന ദൈവത്തിന് വളരെ നന്ദി ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേക ഈ ഭവനാങ്കണം തന്ന് സഹായിച്ച പ്രിയ പാസ്റ്റർ KM ജോസഫിനോടും, അപ്പോൾ തന്നെ നമ്മുടെ മിനിസാം WMCയുടെ സെക്രട്ടറിയും കൂടിയാണല്ലോ, അവരുടെ കുടുംബത്തിന്റെ എല്ലാം നന്ദി അറിയിക്കുകയാണ്. കർത്താവ് അവരെ സഹായിക്കുമാറാകട്ടെ. ഇവാഞ്ചലിസം ടീമിനും നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ബാബു പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജോസഫ് പാസ്റ്ററെ ആശീർവാദം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അവിടുത്തെ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ വാഴ്ത്തുന്ന കർത്താവേ, സ്തോത്രം ചെയ്യും. ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ ഒരു പ്രയോജനവുമില്ല എന്നുള്ള മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചന ശക്തിയോട് ഈ ദേശത്തോട് കൊച്ചിപ്പാൻ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കടന്നു വന്നതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിപ്പാൻ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ കൃപയതല്ലോ, പാടുവാൻ കൃപയതല്ലോ. കർത്താവെ, വിവിധ സ്ഥലങ്ങളിൽ ദൈവദാസന്മാർ ഒരുമിച്ച് കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഇടയാക്കിയ ദൈവത്തിന്റെ വൻകൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, മർത്യനായ മനുഷ്യപുത്രൻ നിത്യനായിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണല്ലോ. മർത്യൻ അമർത്യനാകിയാൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായിരിക്കുന്ന യേശു ക്രിസ്തു അവരെ നിത്യത്തിലേക്ക് നടത്തുവാൻ മതിയായെന്നുള്ള സനാതന സത്യം ഈ ദേശത്തോട് വിളിച്ചറിയിപ്പാൻ കർത്താവേ, ഇതുപോൽക്കാലം കർത്താവിടിയാക്കിയവൻകൾക്കായി സ്തോത്രം. ഈ കേട്ടതായിരിക്കുന്നവന് നല്ലവരും ജനത്ത് വിളവിത്തുപോലെ അനേകരുടെ ജീവിതത്തിൽ പതിയുവാൻ, അല്ലെങ്കിൽ ഏറ്റവും അനുഗ്രഹമായി തീരും. കുടുംബങ്ങൾ സമാധാനമുള്ളതായി തീരുവാൻ, വ്യക്തികൾ സമാധാനമായുള്ളതായി തീരുവാൻ കർത്താവെ, ദൈവവഴികൾ വിട്ടു നടക്കുന്ന ജീവിതങ്ങൾ ദൈവത്തിലേക്ക് കടന്നുവരേണ്ടിയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ അസംബ്ലി സഭയ്ക്കായി പ്രാർത്ഥിക്കും. അവിടെയുള്ള ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർക്കാർ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുന്ന കർത്താവ് ശുശ്രൂഷിക്കുന്ന ദൈവദേവദാസന്മാർക്ക് കുടുംബമായി ഒരുമിച്ച് കടന്നു വന്ന് കർത്താവെ, ഈ ദേശത്തോട് അനുവദിപ്പാൻ, ഈ ദേശത്ത് കർത്താവിനെ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിപ്പാൻ ഇടയാക്കിയവൻകൾക്കായി എല്ലാത്തിനും കർത്താവെ അവിടുന്ന് കർത്താവെ പ്രതിഫലം നൽകുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്തത്തോളം സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മാറ്റമില്ലാത്തതായിരിക്കും ദൈവത്തിന്റെ വചനമായി സ്തോത്രം. ഏവരെയും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച പ്രാർത്ഥിയുടെ അനുഗ്രഹമായി തിരുവനന്തപുരം കടന്നു പോകുന്ന സ്ഥാനത്തും കർത്താവെ, കടന്നു പോകുന്ന സ്ഥലത്തും ദൈവത്തിന്റെ സാന്നിധ്യം, ഒരു സാന്നിധ്യം കൂടെ അതിവാദേശത്തും അനുഗ്രഹമാക്കിയോടാണ് പ്രാർത്ഥിക്കുന്നത്. അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കേണ്ട പ്രാർത്ഥന സ്തോത്രം യേശു കർത്താവിന്റെ ശ്രദ്ധനാമത്തിൽ തന്നെ. അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് തലകളെ ഉണക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹമായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും കർത്താവെ, ഹല്ലേലൂയ. ഇന്ന് വചന കർത്താവിന്റെ ദാസന്റെ പേരും വന്ന് സഹകരിച്ച എല്ലാവരുടെ പേരും, അതുപോലെ വചനം കേട്ട എല്ലാവരുടെ പേരും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തു മുഖാന്തരം ജയത്തോ ദൈവത്തിന് നമുക്ക് സ്തോത്രം നൽകാം. പാപികളെ, യേശുക്രിസ്തു രോഗികളെ, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ, യേശുക്രിസ്തു രാജാവായി നിന്റെ ദൈവമായ യഹോവയെ എഴുന്നേൽപ്പാൻ ആമേൻ. കർത്താവായ യേശുവേ, ഹല്ലേലൂയ.